ഹായ് ഹലോ വെൽക്കം ടു അവർ ചാനൽ ഡ്രീം ജേർണി. അപ്പോൾ ഇന്ന് നമ്മളൊരു ട്രിപ്പ് പോകാൻ വേണ്ടി പോവാണ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള രാവിലത്തെ കാഴ്ചകളാണ് ഇതിപ്പോൾ. അച്ഛനും മോനും ഉറങ്ങാണ്. അപ്പം അവനെ നമ്മൾ ഇതുപോലെ തന്നെ എടുത്തുകൊണ്ട് പോകും. ചേട്ടൻ റെഡി ആയിട്ടാണ് കിടക്കുന്നത്. ഹലോ, നമ്മളിപ്പോൾ ഇന്ന് രാവിലെ 7:30 നമ്മൾ ഇവിടെ പോവുകയാണ്. സഫാരി സൂപ്പാണ്. എല്ലാവർക്കും നല്ല ഉറക്കണം. കുറേ ലഗേജൊക്കെ ഉണ്ട്. ഇതൊക്കെ പോകണമെങ്കിൽ അവരുടെ ഡ്രസ്സൊന്നും മാറ്റില്ല. അവരുടെ ഡ്രസ്സ്, ഇവിടെ ഫുഡ് അതൊക്കെ ഉണ്ട്. നമുക്ക് പോവാം. അപ്പം ഞാൻ കാറിലേക്കെല്ലാം എടുത്ത് വെക്കുന്നത്. ഇപ്പോൾ മോന് വേണ്ടിയിട്ടുള്ള ഫുഡൊക്കെ നമ്മൾ ഇവിടെ നിന്നൊക്കെ എഴുതിക്കൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാം എടുത്ത് വയ്ക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ആ സമയത്ത് ചെറിയൊരു കോൾഡിൻ്റെ ലക്ഷണമൊക്കെ ഉണ്ടായിരുന്നു. കാരണം വലിയ ഉഷാറില്ലാത്ത പോലെ ഇരിക്കുന്നു. പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവരൊക്കെ ജസ്റ്റ് എഴുന്നേറ്റ് ഇതൊക്കെ വീട്ടിലിരുന്ന റിസപ്റ്റിലുണ്ടാണ് നിൽക്കുന്നത്. നമുക്കിപ്പോൾ ഒരു സ്റ്റോപ്പ് ഉണ്ട് ഭക്ഷണം കഴിക്കുന്നവർക്ക്. അവിടെ എത്തുമ്പോൾ ഇവരൊക്കെ ഡ്രസ്സൊക്കെ മാറ്റിയെടുക്കല് ഒക്കെ പിച്ചിട്ടില്ല. അപ്പൊ ഒരു ഹായ് പറഞ്ഞു. അപ്പൊ പിന്നെ ഒരു ഹായ് പറഞ്ഞു. പിന്നെ നമ്മളെപ്പെട്ട പോകുമ്പോൾ എന്തൊക്കെ പ്ലാൻ ചെയ്ത് പോയാലും എന്തെങ്കിലും ഒരു സാധനം നമ്മൾ മറക്കുമല്ലോ. ഇപ്രാവശ്യം അങ്ങനെ മറന്നത് അഭിമന്യുവിൻ്റെ കൊടുക്കുന്ന ആ ഫീഡിങ് ബോട്ടിൽ മറന്നു. അപ്പോൾ ചേട്ടൻ അടുത്തുള്ള കടയിൽ കയറി അത് മേടിക്കുമ്പോൾ അവർക്ക് ഇത്രയും ദൂരം നമ്മൾ പോകണം. ഒരു അപ്രോക്സിമേറ്റ്ലി 2 hours 1.5 hours ഉണ്ട് നമ്മളെ വീട്ടിൽ നിന്ന് വാദിക്കബീർന്ന് ഇബ്രയുടെ ആ സൂയിക്ക്. അപ്പോൾ നമ്മൾ വിചാരിച്ചു അവർക്ക് കളിക്കാൻ ചേട്ടൻ 2 ഗിഫ്റ്റ് ആയിട്ട് 2 PP ഒക്കെ വാങ്ങിയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. മിക്കവാറും നമ്മൾ മോർണിംഗ് ഇങ്ങനത്തെ ട്രിപ്പൊക്കെ പോകുമ്പോൾ ഇവിടെ തന്നെ കഴിക്കാറ്. ഫുഡ് കഴിച്ചിട്ട് കാണാം. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. വഴിയിൽ വെച്ചിട്ട് ഇപ്പോൾ മോനും മോളൊക്കെ ഉറങ്ങിയപ്പോൾ ഞാനും കുറച്ചൊക്കെ കിടന്നുറങ്ങി. പക്ഷെ ഇതിപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ കുട്ടികളുടെ ഒപ്പം ആവുമ്പോഴും അത്ര ഉറക്കമൊന്നും ശരിയായിരുന്നില്ല. ഇപ്പം ഇടയിൽ എഴുന്നേറ്റപ്പോൾ എടുത്ത ഫുട്ടേജൊക്കെയാണ് ഇതൊക്കെ. അപ്പം നമ്മൾ എത്താറായി. അവിടെ ദൂരെ കാണുന്നതാണ് ആ സൂ. നമ്മൾ വീട്ടിൽ നിന്ന് ഒരു 7 മണി അടുപ്പിച്ചിറങ്ങിയിട്ട് ഇവിടെ ഒരു 11:45 12 മണിയായി എത്തിയപ്പോൾ കേട്ടോ. പക്ഷെ ഒറ്റ സ്ട്രെച്ചിൽ പോകുമ്പോഴാണെങ്കിൽ ചിലപ്പോൾ 2 hours ഒക്കെ എടുക്കുള്ളൂ. അപ്പോൾ നമ്മളിവിടെ ഇറങ്ങി സഫാരി വേൾഡ്. അവിടെ ഇറങ്ങിയതിന് ശേഷമാണ് നമ്മൾ മക്കളൊക്കെ ഡ്രസ്സൊക്കെ മാറ്റിച്ച് പ്രാമിലൊക്കെ ഇരുത്തി വെള്ളവും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് അതിനുള്ളിലേക്ക് കയറാം. അപ്പത്തിന് നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ സൂ എത്തി. നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ അവിടുത്തെ മൃഗങ്ങളെയൊക്കെ കണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. മോളൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പം നമുക്ക് പോയിട്ട് വരാം. വിചാരിച്ചത്ര ചൂടൊന്നുമില്ല കേട്ടോ. നമുക്ക് 2-3 പേരുടെ
ചൂടായ കാരണം സൂര്യക്ക് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും പറയാം. എന്നാലും മക്കൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് അവിടെ പോകുന്നത്. അത്ര ചൂടൊന്നുമില്ല, കാരണം ഇവിടെ കവറിങ്ങും ലൈറ്റ്സും വാട്ടർ സ്പ്രേ ഒക്കെ ഉള്ള കാരണം അത്ര വലിയ ചൂടൊന്നുമില്ല. പിന്നെ നല്ലപോലെ എൻജോയ് ചെയ്യും. പിള്ളേർക്ക് നല്ല എൻജോയ്മെന്റ് ആണ് ഈ വെക്കേഷൻ ടൈമിൽ കേട്ടോ. ചൂടില്ല എന്ന് പറഞ്ഞാലും നല്ല ഹ്യൂമിഡിറ്റി ഉണ്ട്. കുറച്ചങ്ങോട്ട് പോകുന്നൊരു ബുദ്ധിമുട്ടാവും. ലാമിനെ ഇതുപോലെ കാണാൻ പറ്റും. അതിന് ഫീഡ് ചെയ്യിപ്പിക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. നമ്മളതൊന്നും എടുക്കുന്നില്ല. കുറച്ചേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ തീരെ ചൂടില്ല എന്ന് നോക്കട്ടാ. പക്ഷെ ഇപ്പൊ നല്ല ചൂടിട്ട് ഞാൻ പറഞ്ഞത് അങ്ങോട്ട് തിരിച്ചെടുത്തിരിക്കുന്നത്. ഒന്നും ചെയ്യില്ല, ഒന്നും ചെയ്യില്ല, ഒന്നും ചെയ്യില്ല. പൂ ഒന്നും ചെയ്യില്ല. മാമൻ പറഞ്ഞില്ല ഫുഡ് കഴിച്ചിരിക്കുക. പിടിക്കണ്ട പിടിക്കണ്ട പേടിക്കണ്ട. കളിക്കുന്നില്ല.
തൊട്ടോ ഈ പാവങ്ങളിരിക്കണ നോക്കിയാ കണ്ട ബ്രദേഴ്സ് വെച്ചങ്ങള് അഭിമന്യുവിൻ്റെയും അപ്പുതി പോലെ ബ്രദർ സിസ്റ്ററാ പാവം. ഒരു മോടത്ത് വയ്ക്കുക ഒരു മോടക്ക് അതിനുമ്മക്കാ പോണ്. അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇപ്പോഴത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. നമ്മൾ കയറിയിട്ട് ഒരു 2 മണിക്കൂറൊക്കെ കാണാനുള്ളത് പോലെ ഉള്ളൂ സൂവിൻ്റെ ഉള്ളിൽ. അത് കഴിഞ്ഞ് നമ്മൾ പ്ലേ ചെയ്തതിൽ കുറച്ച് നേരം കളിച്ചു. then തിരിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇബ്രാഹിം ഫുഡൊക്കെ കഴിച്ചിട്ടാണ് തിരിച്ചത്. അതിന് ശേഷം ഞാൻ വീഡിയോ എടുത്തില്ല, നമ്മൾ ഭയങ്കരമായിട്ട് ടയേർഡായി. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.